Good afternoon, all. Good afternoon, ma'am. Okay, കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകള്? നമ്മളെവിടെ വരെ എടുത്ത് നടത്തിയത്? പറയോ, എവിടെ വരെ എടുത്ത് നടത്തിയത്? CMMS-നെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. കമ്പ്യൂട്ടേഴ്സ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് സിസ്റ്റം ആ ഒരു രീതിയിലേക്ക് നമ്മളെല്ലാം തന്നെ ലിങ്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം കൃത്യതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതുമാതിരി തന്നെ നമ്മൾ എന്താണ് നല്ലൊരു മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ആവശ്യമായിട്ട് അല്ലെ അവിടെ ഒരു 6 എന്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 6 ബെസ്റ്റ് പ്രാക്ടീസ് ടു ഇംപ്രൂവ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റെനൻസ് അല്ലെ. മെയിൻ്റെനൻസ് കാര്യങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഒരു 6 കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. നല്ല സ്റ്റെപ്സ് ആയിട്ട് ഒരു പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. അതിലെ ഫസ്റ്റ് പ്രാക്ടീസിൽ ഡിജിറ്റലൈസ് യുവർ ഹോസ്പിറ്റൽ ബിൽഡിംഗ് അസറ്റ് ഇൻവെന്ററീസ് ആൻഡ് ഫ്ലോർ പ്ലാൻസ്. അവിടെ ഡിജിറ്റലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കിയത്. അപ്പോ എന്താണ് നല്ലൊരു ഇന്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കറിയാം കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടിയിട്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭേദഗതികളൊക്കെ നല്ല രീതിയിൽ വരുത്താനായിട്ട് സാധിക്കും. ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ അതിന്റെ ആ ഒരു ഒരു സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകത്തക്ക വിധത്തിൽ അതിന്റെ ഫലങ്ങൾ അനുഭവിക്കത്തക്ക വിധത്തിൽ തന്നെ ആ ഫ്ലോർ പ്ലാനുകളൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് ഡിസ്കസ് ചെയ്തു. Then second, standardize your equipment and location nomenclature. ഇതല്ലേ പറഞ്ഞു തുടങ്ങിയത്? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു ആണോ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടെ പ്രധാനമായിട്ടും നമുക്ക് നാമകരണം നടത്തണം എന്നുള്ളതാണ് പറഞ്ഞത് അല്ലെ. കൃത്യതയോട് കൂടിയിട്ടുള്ള നാമകരണം നടത്തുകയാണെങ്കിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ അല്ലെ റിപ്പയർമെന്റും കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് അല്ലെങ്കിൽ എല്ലാവർക്കും എത്തിപ്പെടാൻ അല്ലെ പബ്ലിക്കിനാണെങ്കിലും നല്ല രീതിയിൽ മനസ്സിലാക്കത്തക്ക വിധത്തിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് നോമൻക്ലേച്ചർ അല്ലെ, സ്റ്റാൻഡർഡൈസ് യുവർ എക്യുപ്മെന്റ് ആൻഡ് ലൊക്കേഷൻ നോമൻക്ലേച്ചർ. എക്യുപ്മെന്റുകൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുക, അതായത് സ്റ്റാൻഡേർഡ് രീതിയിൽ തന്നെ മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കൃത്യമായിട്ടും ടാഗും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് കൃത്യതയോട് കൂടിയിട്ട് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഓരോന്നിനും ഒരു പേര് അല്ലെ, ഒരു ഐഡന്റിറ്റി, ആ ഒരു രീതി ഫോളോ ചെയ്യണമെന്നുള്ളതാണ് അവിടെ എടുത്ത് പറയുന്നത്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു, ഇഫ് യു നീഡ് റൂം നമ്പർ ആഫ്റ്റർ റിനോവേഷൻസ് or construction projects, you should implement room naming conventions that can നമ്മള് കണ്ടായിരുന്നു. ബിൽഡിംഗ് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നടപ്പാക്കുമ്പോൾ അല്ലെങ്കിൽ റിനോവേഷൻ ഒക്കെ നടത്തി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അവിടെ ഒരു സ്കെയിൽ ഫ്രം സിംഗിൾ ഫ്ലോർസ് ടു ആൻ എൻ്റയർ ബിൽഡിംഗ് അല്ലെ, അവിടെ താഴെ നിന്ന് ഒരു സിംഗിൾ ഫ്ലോറിൽ നിന്നും തുടങ്ങി മൊത്തത്തിലേക്കുള്ള ഒരു അല്ലെ സീക്വന്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് അവിടെ ഫോളോ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വിത്ത് ആക്യുറേറ്റ് മെഷർമെന്റ്സ് വിത്ത് പ്രാക്ടിക്കൽ ആൻഡ് സീക്വന്റൽ നമ്പർ സ്കീംസ്. ഓക്കെ, അതായത് 1 അല്ലെ നമ്മൾ 1 കഴിഞ്ഞ 2 3 4 5 അങ്ങനെ അല്ലെങ്കിൽ ആൽഫബറ്റിക് ആണെങ്കിൽ ആ ഒരു നമ്പർ സിസ്റ്റം ഫോളോ ചെയ്തിട്ട് അതിന് അടുത്ത് ക്രമത്തിലേക്ക് അല്ലെ ക്രമമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോകുന്ന രീതിയിൽ
നമ്മൾ ക്രമീകരണം നടത്തുക എന്നുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാറുണ്ട്, ഇഫ് യു ആർ മാനേജിങ് മൾട്ടിപ്പിൾ ഹോസ്പിറ്റൽ ബിൽഡിംഗ്സ് വിതിൻ maintenance programs, standardizing items such as work order types, asset categories, naming conventions, and vendor information has two main benefits. Okay, നമുക്കറിയാം ഇവിടെ എന്താണ് പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അല്ലെ വിവിധ ഹോസ്പിറ്റലിലാണെങ്കിൽ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു തരും. അപ്പൊ നല്ല സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾ കീപ്പ് ചെയ്ത് കൈകാര്യം ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഗുണം കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. അപ്പോ വർക്ക് ഓർഡർ അസറ്റുകൾ എല്ലാം തന്നെ കാറ്റഗറൈസ് ചെയ്ത് ഇതിൽ ഒരു ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന മാത്രം തന്നെ ഓരോ അസറ്റിനും അതിൻ്റെതായിട്ടുള്ള കാറ്റഗറൈസിന്റെ അണ്ടറിൽ തന്നെ ആ ഒരു ലേബിൾ കൊടുത്തിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എന്താണ് അങ്ങനെ ഒരു ലേബല് കൊടുത്തിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് അതിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതായത് സ്റ്റാൻഡർഡൈസ്ഡ് എക്യുപ്മെന്റിൻ്റെതായിട്ടുള്ള ഒരു മാനദണ്ഡം കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ടു മെയിൻ ബെനിഫിറ്റ്സ് ഇവിടെ പറയുന്നുണ്ട്. യു വിൽ എക്സ്പീരിയൻസ് മോർ ആക്യുറേറ്റ് ആൻഡ് എഫിഷ്യന്റ് റിപ്പോർട്ടിംഗ് കേപ്പബിലിറ്റീസ് ഫോർ യുവർ ഡിപ്പാർട്ട്മെന്റ്. നമ്മളെ കാറ്റഗറൈസ് ചെയ്തിട്ട് അല്ലെ എന്തിന്റെ കാറ്റഗറിയിൽ വരുന്ന ഇത്രയും നമുക്കറിയാം കുറച്ചൊക്കെ വലിയ നാള് അല്ലെ ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെന്റ്സ് ഉണ്ടാവും. ചില എക്യുപ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിനും അത്രയും ഇയേഴ്സ് അല്ലെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. അപ്പൊ ആ ഷോർട്ട് ടൈം പീരീഡിലേക്കുള്ളതൊക്കെ രീതിയിലായിരിക്കും. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും അതിനെ നാമകരണം ചെയ്യുന്നത്. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള നാമകരണം കൊടുക്കുമ്പോൾ എന്താണ് ഷോർട്ട് അല്ലെ പീരീഡിലേക്ക് ആവശ്യമായിട്ടുള്ള അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള നെയിമിംഗ് ആയിരിക്കും കൊടുക്കുന്നത്. സോ ഇങ്ങനെയൊക്കെ പ്രത്യേക കാറ്റഗറൈസ് ചെയ്തിട്ട് നെയിമിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും വിതരണക്കാർക്കാണെങ്കിലും അവിടെയുള്ള ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നോക്കാം, ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല കൃത്യത അല്ലെ ആക്യുറേറ്റ് ആൻഡ് എഫിഷ്യന്റ് റിപ്പോർട്ടിംഗ് കേപ്പബിലിറ്റീസ് ഫോർ യുവർ ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റിന് പരിശ്രമമായതും വ്യക്തമായി കൃത്യമായതുമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. Then you can leverage insights from your benchmarks by analyzing each asset's performance, replacement, failure, and other critical maintenance key performance indicators. അതായത് നമുക്കറിയാം കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ വ്യത്യസ്ത മാനദണ്ഡ അളവുകോലുകളാണ് അത്. അപ്പൊ ആ അളവുകോലുകൾ വെച്ചിട്ട് നമ്മൾ ഓരോ എക്യുപ്മെന്റ്സിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്താണ് റീപ്ലേസ്മെന്റിന്റെ കാലഘട്ടമായോ അല്ലെങ്കിൽ ഫെയിലിയർ ആവാറായോ അതിന്റെ പെർഫോമൻസുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അളവുകൾ മെഷർമെന്റ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. സോ എന്താണ് ഇത്തരത്തില് അല്ലെ നമ്മള് നാമകരണം കൊടുക്കുമ്പോൾ മനസ്സിലാക്കുക എന്താണ് വ്യത്യസ്ത ടൈപ്പില് അസറ്റ് കാറ്റഗറിയിലേക്ക് നാമകരണം കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ റിപ്പോർട്ടുകൾ വിശ്വാസയോഗ്യത്തോടു കൂടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം പെർഫോമൻസുകൾ റീപ്ലേസ്മെന്റ് ഫെയിലിയറുകളൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും അല്ലെ. ആ ഒരു മെഷർ അല്ലെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ ആ രീതിയിൽ മെഷർമെന്റ് നടത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. KP അല്ലെ അവിടെ KPIS അതൊന്ന് ഓർത്ത് വെക്കാം. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് മെഷർമെന്റ് ചെയ്യാൻ പറ്റുന്ന അളവുകോലുകളെയാണ് സ്റ്റാൻഡർഡൈസ്ഡ് മെഷർമെന്റ് അളവുകോലുകളാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെയാണോ? എന്താണ് ടു മെയിൻ ബെനിഫിറ്റ്സ് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്, നമുക്ക് ആക്യുറേറ്റ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് റീപ്ലേസ്മെന്റും അല്ലെ എന്തെങ്കിലും മെഷീനെ ഫെയിലിയർ ഉണ്ടോ പെർഫോമൻസുകളൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. In the long run, you can use this change to your data to make a more informed decisions and ultimately a positive ROI. എന്താണ് ROI എന്ന് പറയുന്നത്? നേരത്തെ ഞാൻ എടുത്തിട്ടില്ലേ? അപ്പുണ്ടോ? എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ പറയാ നമ്മുടെ 6 മന്തിന്റെ അല്ലെ ആ കോഴ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബേസിക് 6 മന്തിന്റെ കോഴ്സിൽ അല്ലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ROI എടുത്തിട്ടുണ്ട്. പുറത്ത് നോക്കിയേ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്
ഇല്ലേ? എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടില്ലേ? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്തതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. In the long run, you can use this change to your data to make more informed decisions. അല്ലെ, നമുക്ക് ബേസിക്കലി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അറിയാമല്ലേ, ഇപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ചെയ്തു, അതിന്റെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കൂടി നമ്മൾ വെച്ച് കഴിയുമ്പോൾ അതിന്റെ സ്പീഡ് കൂടുതലാണോ, ഒരു കമ്പാരിസൺ ഒക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സോ നമ്മൾ മുടക്കിയ മുതലിനനുസരിച്ചിട്ടുള്ള റിട്ടേണുകൾ ഉണ്ടോ എന്നുള്ളത് ഈ പറഞ്ഞ മാതിരി തന്നെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ച്, അല്ലെ, ആ മെഷർമെന്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് മെഷർമെന്റ്സുകൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അപ്പൊ ഇൻ ലോങ് റൺ യു ക്യാൻ യൂസ് ദിസ് ചേഞ്ച് ടു യുവർ ഡാറ്റ ടു മേക്ക് മോർ ഇൻഫോംഡ് ഡിസിഷൻസ്. അപ്പൊ നല്ല നല്ല ഇൻഫോർമേഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് അൾട്ടിമേറ്റ്ലി പോസിറ്റീവ് ആണോ ഫൈൽ, അല്ലെ, അവിടെ റിട്ടേൺ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോസിറ്റീവ് ആണോ, നമ്മൾ മുടക്കിയതിനനുസരിച്ച് തന്നെ റിട്ടേൺ ഒക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ ആണോ? അപ്പൊ നോമെൻക്ലേച്ചർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് സ്റ്റാൻഡർഡൈസ് യുവർ എക്യുപ്മെന്റ് ആൻഡ് ലൊക്കേഷൻ നോമെൻക്ലേച്ചർ. രണ്ട് കാര്യങ്ങളല്ല, ഒന്ന് നമ്മുടെ ലൊക്കേഷൻ ക്രമമായിട്ട് അല്ലെ അത് ബന്ധപ്പെട്ട് പോകണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു, സീക്വന്റൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ക്രമപ്പെടുത്തണം എന്നുള്ളത്. എക്യുപ്മെന്റ്സ് ആണെങ്കിലും സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിലെ ബെഞ്ച് മാർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് അവിടെ നോട്ട് ചെയ്ത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫെയിലിയറും റീപ്ലേസ്മെന്റും അതേമാതിരി തന്നെ ബെറ്റർ പെർഫോമൻസ് ആണോ, പോസിറ്റീവ് ആയിട്ടുള്ള ROI ആണോ, അതുപോലെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അവിടെ എന്താണ് പ്രധാനമായിട്ടും നോട്ട് ചെയ്യണമെന്ന് പറയുന്നത്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ആ ഒരു സ്റ്റാൻഡ് അല്ലെ KPIS അബ്രിവേഷൻ കൊടുത്തിട്ടുണ്ട്, നമ്മളപ്പോ അത് നോട്ട് ചെയ്ത് വെക്കാം. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് തന്നെ ബെനിഫിറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും ഓർത്ത് വെക്കാം. യു വിൽ എക്സ്പീരിയൻസ് മോർ ആക്യുറേറ്റ് ആൻഡ് എഫിഷ്യന്റ് റിപ്പോർട്ടിംഗ് കേപ്പബിലിറ്റീസ് ഫോർ യുവർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് എന്താണ് ലെവറേജ് ഇൻസൈറ്റ് ഫ്രം യുവർ ബെഞ്ച്മാർക്ക് ബൈ അനലൈസിംഗ് ഈച്ച് അസറ്റ്സ് പെർഫോമൻസ്, റീപ്ലേസ്മെന്റ്, ഫെയിലിയർ ആൻഡ് അതർ ക്രിട്ടിക്കൽ മെയിന്റനൻസ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെയാണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ബാർകോഡ് എക്യുപ്മെന്റ് ആൻഡ് അസറ്റ്സ്. ഇതാണ് എക്യുപ്മെന്റിന്റെയും അസറ്റിന്റെയും ബാർകോഡുകൾ കൊടുക്കുന്നത്, അല്ലെ, നമ്മള് മിക്കപ്പോഴും കാണാറുണ്ട് ബാർകോഡുകൾ വെച്ച് വരാറുണ്ട്. Often large hospital systems lack a complete or accurate inventory of assets. നമുക്കറിയാം കൃത്യമായിട്ടുള്ള സ്റ്റോക്ക് എന്തോരമുണ്ട്, അസറ്റ്സ് ഇൻവെന്ററി കാര്യങ്ങൾ, അല്ലെ, അതിൻ്റെതായിട്ടുള്ള സ്റ്റോക്കുകളുടെ പറയുമ്പോൾ എക്യുപ്മെന്റ് ആണെങ്കിലും മറ്റു സാധനങ്ങളൊക്കെ ആണെങ്കിലും എത്രത്തോളം അത് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് എന്നൊക്കെ കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു ഡാറ്റാസ്, അല്ലെ, അവിടെ ലഭ്യമാകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. മിക്കവാറും ഹോസ്പിറ്റലായിരിക്കും, അങ്ങനെ തന്നെയായിരിക്കും. When it's a time for complaints rounding, an incorrectly labeled asset or incorrect inventory can be hundreds of thousands of dollars. ദശലക്ഷക്കണക്കിന് നമുക്കറിയാം ഈ പറഞ്ഞ ഇൻകറക്റ്റ് ആയിട്ടുള്ള അസറ്റിന്റെ ലേബലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിക്കാറുണ്ട്. ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. സോ അത് ലേബൽ ചെയ്തിരിക്കുന്നത് ഇൻകറക്റ്റ് ആയിട്ടാണ് എങ്കിൽ നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. If you assets are tagged with a unique identification codes, this increase the likelihood of not allocating an asset in person or on virtual floor plans. And your equipment is not routinely checked on and your environment are at risk. Okay. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ടാഗൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെ, അതിന്റെ ബാർകോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്താ പ്രത്യേകത, ആ ബാർകോഡൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനും അതിന്റെ ഇയറും കാലാവധിയും അതിന്റെ സംഭവങ്ങളൊക്കെ വെരിഫൈ ചെയ്യാനും നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. സോ റൂട്ടീൻലി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ, അല്ലെ, അവസരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുട്ടികൾ, അല്ലെ, അത് കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ശരിയാണ്, നമുക്ക് പ്രോബ്ലംസിനെ നമുക്ക് അധികം വരാതെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും, അല്ലെ. നമ്മൾ നേരത്തെ കണ്ടിരുന്ന എക്യുപ്മെന്റ്
ഫുള്ളി ഡൗൺ ആയിട്ട് പോണേക്ക് മുമ്പ് സിഗ്നൽ കാണിക്കുമ്പോ തന്നെ അല്ലെ ആ ഒരു സിഗ്നലിന്റെ ഫ്രീക്വൻഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് കാണിച്ച് അവരെ ലേബൽ ചെയ്യുമ്പോൾ ബെഞ്ച് മാർക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് ലേബൽ ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നടപടികളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, യൂണിക് ഐഡന്റിഫിക്കേഷൻ കോഡാണ് എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. എവിടെയും ഒരേപോലെ അല്ലെ, ഇപ്പോ ഏത് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും നമുക്ക് അതനുസരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. Your hospital maintenance program can place asset identification tags on all equipment to help your team identify, track and control your assets in any environment. Okay. അപ്പൊ ഇതില് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം അതിന്റെ ആ ഒരു പോക്ക് അല്ലെ ഒരു ട്രാക്ക് അതിനെ നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അതിനൊരു ബാർകോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് അതിനനുസരിച്ചിട്ടുള്ള അതിന്റെ പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനോട് ചേർന്ന വിധത്തിലുള്ള മറ്റു കാര്യങ്ങൾക്കും അല്ലെ നമ്മൾ അങ്ങനെയാണല്ലോ ഐഡന്റിഫൈ ചെയ്ത് തിരിച്ചറിയാനായിട്ട് അത് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ഉള്ള ചിന്ത വരുന്നത്. അതിനോട് ചേർന്നതിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ നോക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പറയാണ് യു എക്യുപ്മെന്റ് ഈസ് നോട്ട് റുട്ടീൻലി ചെക്ക്ഡ് ഓൺ ആൻഡ് യുവർ എൻവയൺമെന്റ് ആർ അറ്റ് റിസ്ക്. അതേപോലെ തന്നെ പറയാണ് ട്രാക്ക് അല്ലെ എന്താണ് ഐഡന്റിഫിക്കേഷൻ ടാഗ്സ് ഓൺ ഓൾ എക്യുപ്മെന്റ് ടു ഹെൽപ്പ് അല്ലെ എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു? യുവർ ടീം ഐഡന്റിഫൈ, ട്രാക്ക് ആൻഡ് കൺട്രോൾ യുവർ അസറ്റ്സ് ഇൻ എനി എൻവയൺമെന്റ് അല്ലെ. എവിടെയാണെങ്കിലും നമുക്ക് ആ അസറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ ഒരു നിയന്ത്രണത്തിലൂടെ കൊണ്ടുവന്ന് അതിന്റെ ട്രാക്ക് അല്ലെ എവിടെയെങ്കിലൊക്കെ കംപ്ലൈൻസുകളൊക്കെ ഉണ്ടോന്ന് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഒരു യൂണിക് ഐഡന്റിഫിക്കേഷൻ കോഡ് അവിടെ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത്. വീണ്ടും എന്താണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത് FSI എന്താണ് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്. FSI എന്ന് പറയുന്നത് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്. ഓക്കെ അല്ലേ? FSI നോക്കാം. ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് offers various labeling options to customers with the logos, asset information, facility information and the barcodes. Okay, അപ്പൊ വിവിധ ഓപ്ഷനുകൾ ഇത്തരത്തിലുള്ള ഈ ഒരു എന്താണ് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് വിവിധ ഓപ്ഷനുകളാണ് നമുക്ക് ലഭ്യമാക്കി തരുന്നത്. അതായത് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ബെനിഫിറ്റ്സുകൾ ഉണ്ട്. അത് അസറ്റ്സിന്റെ ഇൻഫോർമേഷൻ നമുക്ക് ലഭ്യമാകും. ഫെസിലിറ്റി അല്ലെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അതിൽ നിന്ന് നമുക്ക് കിട്ടും. ബാർകോഡ് അല്ലെ ബാർകോഡുകളും എല്ലാം തന്നെ നമുക്ക് അതിൽ നിന്ന് ക്ലാരിഫൈ ചെയ്ത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നു. സോ FSI ഓഫേഴ്സ് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു രീതി ഫ്ലോർ സ്പേസ് ഇൻഡെക്സുകളോടെ ആ ഒരു സൂചികകളിൽ ഫോളോ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. Then you can also use a comprehensive on-site data collection service to record, verify and update your assets and equipment inventories. അതായത് അവിടെയുള്ള എക്യുപ്മെന്റ്സ് ഇൻവെന്ററീസിന്റെ ഒക്കെ അപ്ഡേഷൻസ് അല്ലെ എപ്പോഴും എന്തെങ്കിലും സർവീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒരു സമഗ്രമായിട്ടുള്ള വിശകലനം നടത്താം. ബാർകോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അതിന്റെ ഓക്കെ അല്ലേ അതിനെന്തെങ്കിലുമൊക്കെ ഇതുകളുണ്ടോ എന്നൊക്കെ അത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതിന്റെ ട്രാക്കിംഗ് കയറി ഇപ്പൊ എങ്ങനെയാണ് അത് അല്ലെ കൈകാര്യം ചെയ്തിട്ട് പോകുന്നുണ്ടോ, അതിനോട് ചേർന്ന കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നൊക്കെ അത് മനസ്സിലാക്കാൻ സാധിക്കും. Finally, the data collected will be uploaded and standardized within your CMMS database, all to ensure that your hospital building maintenance program is reliable, useful and usable. അതായത് ഉപയോഗപ്രദമാക്കാനും അല്ലെ ഉപയോഗം രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമല്ല ഉപയോഗപ്രദമാണോ അതേപോലെ തന്നെ ഉപയോഗയോഗ്യവുമാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ തന്നെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒരു വർക്കിംഗ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. വിശ്വസ്തമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നൊക്കെ നമുക്കറിയാം. CMMS-ലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ രീതി അനുസരിച്ചിട്ട് എല്ലാം തന്നെ ബാർകോഡ് നമ്മള് എല്ലാം തന്നെ CMMS മെയിൻ്റെനൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ഇന്ന രീതിയിലൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത് അല്ലെ. ടാഗ് വെച്ച് അല്ലെങ്കിൽ ബാർകോഡ് വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് അതനുസരിച്ചിട്ട് കാറ്റഗറൈസ് ചെയ്യുന്ന രീതിയിലൊക്കെ ആവുമ്പോൾ എന്താണ് ഓരോ കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് വിലയിരുത്താനും അതിന്റെ റിക്വയർമെന്റ് കാര്യങ്ങളും കാലാവധികളൊക്കെ കൃത്യമായിട്ട് കണക്കാക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കി വയ്ക്കുക എന്താണ് ബാർകോഡ് എക്യുപ്മെന്റ് ആൻഡ് അസറ്റ്സ്. അപ്പൊ CMMS വഴി അസറ്റ്സുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതിനൊരു ബാർകോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ബാർകോഡൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങളൊക്കെ ആ ട്രാക്കിലൂടെ
എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് അനലൈസ് ചെയ്യാനൊക്കെ സാധിക്കുന്നു. ഓക്കെയാണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. നമ്മളിപ്പോ അല്ലെ ഒന്ന് രണ്ടാമതാണ് എടുത്തത്. ഓരോന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. ചെറുതായിട്ട് എന്താണ് ഒരു ഐഡിയ മനസ്സിലാക്കി തന്നെ പോകാനായിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ ഓരോന്ന് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക അല്ലെ. ടാഗ് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കറിയാം അതിന്റെ ടീം ഐഡന്റിഫൈ, ട്രാക്ക് ആൻഡ് കൺട്രോൾ യുവർ അസറ്റ്സ് ഇൻ എനി എൻവയറമെന്റ്. എവിടെയാണെങ്കിലും നമുക്ക് അതിന്റെ ട്രാക്ക് മനസ്സിലാക്കാനും കൺട്രോൾ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഐഡന്റിഫിക്കേഷൻ ടാഗ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട നേട്ടം. ഓക്കെ. ഓക്കെ, അതേപോലെ തന്നെ ഓഫേഴ്സ് വിവിധ വാഗ്ദാനങ്ങൾ അതും ചെയ്യുന്നുണ്ട്. അതായത് വിത്ത് ലോഗോസ്, അസറ്റ് ഇൻഫോർമേഷൻ, ഫെസിലിറ്റി ഇൻഫോർമേഷൻസ് ആൻഡ് പാസ്പോർട്സുകളെല്ലാം തന്നെ അത് ഇൻഫോം ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട്. എന്താണ് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്, ആ ഒരു മെഷർമെന്റ് നമ്മൾ കണ്ടായിരുന്ന സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മെഷർമെന്റ് കൈകാര്യം ചെയ്ത് പോകണം എന്നുള്ളത്. അപ്പൊ എന്താണ് FSI ലെവൽ അനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യാം, ബാർകോഡ് ഉപയോഗിച്ചിട്ട് കൈകാര്യം ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴെന്താണ് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളുണ്ട്. നമുക്കറിയാം അസറ്റിന്റെ ഇൻഫോർമേഷൻസ് കൃത്യതയോട് കൂടിയിട്ടൊക്കെ കിട്ടാനായിട്ട് സാധിക്കും. ബാർകോഡിലേക്ക് അടിക്കുമ്പോഴേക്കും നമുക്കറിയാം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം ആ കോഡിനനുസരിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് വരും അല്ലെ. അപ്പൊ നമുക്ക് ആ വ്യക്തമായിട്ട് തന്നെ ആ ഇൻഫോർമേഷൻസ് മനസ്സിലാക്കിയിട്ട് എന്താണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, എന്താണ് ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോ ഹിസ്റ്ററിയും അല്ലെ, അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം തന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. സോ അത് എത്രത്തോളം ഇപ്പോ എങ്ങനെയാണെന്നൊക്കെയുള്ള സ്റ്റേജുകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡോക്ടറുടെയും ചോദിച്ചു പോവാട്ടോ. ഓക്കെ, വായിച്ചു നോക്കിയോ? ഓക്കെയാണോ? ഓക്കെ,
നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് എസ്റ്റാബ്ലിഷ് ആൻഡ് മോണിറ്റർ ക്രിട്ടിക്കൽ ഹോസ്പിറ്റൽ പെർഫോമൻസ് മെട്രിക്സ്. അല്ലെ, പെർഫോമൻസ് മെട്രിക്സിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ എത്രത്തോളം അല്ലെ അവിടെ ഫിനിഷ് ചെയ്തു കഴിഞ്ഞു അല്ലെ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ആ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അളവുകോലുകൾ കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യാം അല്ലെ. നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അത് നിരീക്ഷിച്ചു പോകണം. അപ്പൊ നമുക്കറിയാം മെയിൻ്റനൻസ് ആണെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്ര സമയത്തിനുള്ളത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മാത്രമാണ് അതുകൊണ്ട് ഉപയോഗപ്രദമായിട്ടുള്ള കൃത്യമായ സമയത്തിന് അത് യൂട്ടിലൈസ് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. Do you have an adequate level of technicians? Is your equipment productivity high enough? അതായത് നിങ്ങൾക്ക് അല്ലെ അഡിക്കേറ്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഉണ്ടോ അല്ലെ അവിടെ ഉണ്ടോ. ദെൻ അതേമാതിരി തന്നെ പ്രൊഡക്ടിവിറ്റി ഹൈ enough, അതായത് അവരുടെ ഉത്പാദനക്ഷമമായിട്ടുള്ള രീതിയിലാണ് അത് കൈകാര്യം ചെയ്തത് equipmentsകൾ. Then viewer standards across the hospital industry can highlight areas of improvement and celebration. അതായത് അല്ലെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷമതയുള്ള നല്ല ടെക്നീഷ്യന്മാര് നല്ല സമയത്ത് അത് കൈകാര്യം ചെയ്താലാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാംസ് ഒക്കെ അല്ലെ അത് പ്രാക്ടിഫൈ ചെയ്ത് നമുക്കത് കൃത്യമായിട്ട് തന്നെ എലിമിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. പ്രോബ്ലംസ് മാറ്റി കഴിഞ്ഞത് സമയത്തിന് തന്നെ തീർക്കണം അല്ലെ, എങ്കിൽ മാത്രമാണ് നമുക്ക് അത് ഉപയോഗപ്രദമാക്കി കൊണ്ടുപോകാനായിട്ടുള്ള ആവശ്യമുണ്ടാവും അല്ലെ. അപ്പൊ എന്താ കൃത്യമായിട്ടുള്ള ഒരു അല്ലെ കണ്ടുപിടുത്തം ഹൈലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് പോകണം. Every hospital face unique constraints that make analyzing your performance and productivity challenges. അതായത് നമ്മളിപ്പോ ഒരു കൂട്ടരെ അല്ലെ ഒരു ടെക്നീഷ്യൻസിനൊക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ട് ചിലപ്പോൾ പണികളൊക്കെ ഏൽപ്പിച്ചു പോകും. പക്ഷെ അത് കൃത്യമായിട്ട് പരിഹരിക്കുന്നുണ്ടോ എന്നുള്ളത് അല്ലെ വേണം. തീർച്ചയായിട്ടും അത് നല്ല കൃത്യതയോട് കൂടിയിട്ട് പരിഹരിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ടെക്നീഷ്യനെ നിർത്തി അല്ലെങ്കിൽ മെയിൻ്റനൻസിന് മുടക്കുന്ന കാര്യങ്ങളിൽ എല്ലാം തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ അവിടെ പ്രധാനമായിട്ട് പറയുകയാണ് ഇതൊരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയാണ്. You should understand how other hospitals with the same number of beds or staff are performing and if you are over or underperforming. നിങ്ങൾ അല്ലെ ഇത് രീതിയിലാണോ മറ്റു ഹോസ്പിറ്റലിലെ ഈ പെർഫോമൻസുകളൊക്കെ ഇങ്ങനെ ടെക്നീഷ്യന്മാരും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നിലനിർത്തി പോകുമ്പോൾ ഞങ്ങൾ അതിലേക്കാൾ താഴെപ്പെട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്കൊന്ന് വെരിഫൈ ചെയ്ത് പോകണമെന്നതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. സോ നമ്മളെപ്പോഴും മെഷർമെന്റിനോട് അനുസരിച്ചിട്ട് പോവുക അല്ലെ, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അനുസരിച്ചിട്ടുള്ള ഒരു മെഷർമെന്റ് എടുത്തിട്ട് പോവുക എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് എപ്പോഴും ഉത്പാദനക്ഷമമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. അതായത് നമ്മളതിന്റെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് ഒരു കമ്പാരിസണൊക്കെ വിലയിരുത്തലും കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴും അല്ലെങ്കിൽ ടെക്നീഷ്യനെ നമ്മൾ നിയമിക്കുമ്പോഴും ഒക്കെ അല്ലെ എന്തെങ്കിലുമൊക്കെ നടത്തുമ്പോഴൊക്കെ അവിടെ ഉപയോഗപ്രദമാണ്. അതുകൊണ്ട് നമുക്ക് മെച്ചമുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. അതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. എസ്റ്റാബ്ലിഷ് ആൻഡ് മോണിറ്റർ ക്രിട്ടിക്കൽ ഹോസ്പിറ്റൽ പെർഫോമൻസ് മെട്രിക് അല്ലെ. അവിടെ പെർഫോമൻസ് മെട്രിക്സ് അതായത് പ്രകടനം അല്ലെ അത് അതിന്റെ അളവ് പോലെ അത് നമ്മൾ കമ്പാരിസൺ നടത്തി പോകണം. ഓക്കെ, നമ്മളിപ്പോ ഒരു പുതിയ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ മെയിൻ്റനൻസ് കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ കുറച്ച് മോഡിഫിക്കേഷൻ നടത്തണമെന്നൊക്കെ വിചാരിക്കും. അപ്പൊ മോഡിഫിക്കേഷൻ ഒക്കെ നടക്കും അല്ലെ, അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫണ്ടൊക്കെ നമ്മൾ ബഡ്ജറ്റിനും കാര്യങ്ങളിലൊക്കെ വെച്ചിട്ട് മോഡിഫിക്കേഷൻ ഒക്കെ നടത്തും. പിന്നെ അതനുസരിച്ചിട്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടോന്ന് അല്ലെ ഇടയ്ക്കെങ്കിലും ചെക്ക് ചെയ്യണം. ഇതിനനുസരിച്ചിട്ട് നമ്മള് മറ്റു ഹോസ്പിറ്റലിൽ ഇത്തരത്തെ കാര്യങ്ങൾ ബെഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത്തരം മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടപ്പാക്കിയിട്ട് എത്രത്തോളം ബെറ്റർ ആയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തൊക്കെ പോകണം അല്ലെ. അവിടെ ആ ടെക്നീഷ്യൻസ് ഒക്കെ വെച്ചിട്ട് അല്ലെ ഇവിടെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് പോകണം. ക്രിട്ടിക്കൽ KPIs അല്ലെ അവിടെ നമ്മൾ കണ്ടത് എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് മെഷർമെന്റ്സ് നമ്മുടെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മെഷർമെന്റ് വെച്ചിട്ട് കമ്പാരിസൺ നടത്തി പോകുന്നത്. അത് വിതിൻ യുവർ ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് പ്രോഗ്രാം ഷുഡ് ഇൻക്ലൂഡ്. അതില് പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം? മെയിൻ റിപ്പയർ ടൈം. ഓക്കെ, അതായത് ശരാശരി അറ്റകുറ്റ പണികൾ അത് സമയം അല്ലെ. അപ്പൊ നമ്മളൊരു പുതിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇത്ര സമയത്തിനുള്ളത് തീർക്കണമെന്നുണ്ടാവും, ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു സമയക്രമം വെച്ചിട്ടായിരിക്കും അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇൻ കേസ് അതേപോലെ തന്നെ മെയിൻ ടൈം ബിറ്റ്വീൻ ഫെയിലിയർ. ഓക്കെ, അതായത്
നമ്മളിപ്പോ അതിനേക്കാളും താഴെയാണോ അല്ലെ പരാജയം എന്ന് വെച്ചാൽ പറയുന്നത് ആ ഒരു പരാജയങ്ങൾ ഓക്കെ നമ്മൾ വിചാരിച്ച സമയത്തേക്കാളും കുറച്ചും കൂടി വന്നാലും എന്നാലും കുഴപ്പമില്ല. പിന്നെ ശരാശരി സമയത്തിനുള്ളിലെങ്കിലും അവസാനിപ്പിക്കണമെന്നുണ്ടാവും അല്ലെ. നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ 2-3 സമയം നിശ്ചയിക്കും. അതായത് റിക്വയർ ടൈം ഇത്രയും വേണം, കുറച്ചും കൂടി പിന്നെ ഒരു ശരാശരി ടൈമും കൂടി നമ്മൾ അവിടെ നിശ്ചയിക്കണം. മെയിൻ ടൈം ബിറ്റ്വീൻ ഫെയിലിയർ അല്ലെ, ഒരു ശരാശരി ടൈമും കൂടി നമ്മൾ കണ്ടെത്തണം. ഓവറോൾ എക്യുപ്മെന്റ് എഫക്റ്റീവ്നെസ്, അതായത് മൊത്തത്തില് ഉപകരണങ്ങളൊക്കെ ആണെങ്കിൽ നല്ല ഫലപ്രാപ്തിയോട് കൂടിയിട്ട് പിന്നെ ടെക്നീഷ്യനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കയ്യില് ഒരുപാട് വ്യക്തികൾ അല്ലെ ടെൻഡർ നോട്ടീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ബിൽഡിംഗ് ഒക്കെ മെയിൻ്റെനൻസ് നടത്തുന്നത്. അതേമാതിരി തന്നെ റിപ്പയർമെന്റ് കാര്യങ്ങൾ നടത്തുമ്പോഴും അതെ നമ്മുടെ കയ്യിൽ ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ഉണ്ടാവും. സോ അവരെല്ലാം എഫക്റ്റീവ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നവരാണോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് നമ്മൾ അവയ്ക്ക് അല്ലെ അതിലേക്ക് അത്തരത്തിലുള്ള റിക്വയർമെന്റ് മെയിൻ്റെനൻസ് കാര്യങ്ങൾക്കൊക്കെ ക്ഷണിക്കാൻ പാടുള്ളൂ അല്ലെ. ഓവറോൾ എക്യുപ്മെന്റ് എഫക്റ്റീവ്നെസ് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം, വിലയിരുത്തണം. ഓവറോൾ എക്യുപ്മെന്റ് എഫക്റ്റീവ്നെസ് അവരെ കൊണ്ട് പറ്റുമോ എന്നുള്ളതൊക്കെ വിലയിരുത്തണം. പ്ലാന്റ് മെയിൻ്റെനൻസ് പെർസെന്റേജ്, അതേമാതിരി തന്നെ അസുഖൃത പരിപാലന ശതമാനം അല്ലെ, അതായത് എത്രത്തോളം പെർസെന്റേജ് ഇത്ര പെർസെന്റേജ് തീരാം അല്ലെ, ഇത്രയും പെർസെന്റേജ് ഇത്ര സമയത്തുള്ള തീരും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഇത്ര ടൈമിനുള്ളിൽ തീർക്കണം എന്നൊക്കെ ഉള്ളതുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പെർസെന്റേജ് അനുസരിച്ചിട്ട് നമ്മൾ അങ്ങനെ വെക്കും. ഓക്കെ, എത്ര ടൈമിനുള്ളിൽ ഇത്ര പെർസെന്റേജ് വെക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ ഒരു പകുതി പോർഷനെങ്കിലും തീരണം, തന്നെ ഒരു 3/4 ഭാഗമെങ്കിലും ഇന്ന സമയത്തിനുള്ള തീർക്കണം. അങ്ങനെ ഒരു പ്ലാന്റ് മെയിൻ്റെനൻസ് പെർസെന്റേജ് ഒക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട മെഷർമെന്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വെക്കണം. മെഷർമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വിലയിരുത്തി പോകണം അല്ലെ. അത് എത്രത്തോളം നല്ല രീതിയിൽ നമ്മൾ വിലയിരുത്തി പോയാൽ മാത്രമാണ് ഉദ്ദേശിച്ച സമയത്തും ഉദ്ദേശിച്ച അല്ലെ മുടക്കിയ മോഡലിനനുസരിച്ചിട്ട് കോസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് റിട്ടേൺ നേടിയിരിക്കാൻ പറ്റും. നമ്മളിപ്പോ ഒരു മെയിൻ്റെനൻസ് നടത്തി എക്യുപ്മെന്റ് റിപ്പയർ ഒക്കെ ചെയ്തു, അതിന് ഫലം കിട്ടണമെങ്കിൽ ഉദ്ദേശിച്ച സമയത്ത് തീർക്കാൻ വേണം, ഉദ്ദേശിച്ച അധികം അല്ലെ കുറച്ച് ചെലവിൽ തന്നെ അത് തീർക്കാൻ വേണം. സോ അങ്ങനെയാണെങ്കിലാണ് അതിന് ഫലം കിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ സമയങ്ങളൊക്കെ ക്രമീകരിച്ചിട്ട് അതിന്റെ ഫലപ്രാപ്തിയോട് കൂടിയിട്ടായിരിക്കും ഇതെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട്. അതേമാതിരി തന്നെ നമ്മളിപ്പോ പറഞ്ഞ പെർഫോമൻസ് മെയിൻ്റെനൻസ് അല്ലെ, പെർഫോമൻസ് മെട്രിക്സുകളൊക്കെ നമ്മൾ കംപ്ലീഷൻ എത്രത്തോളം ഉണ്ട് നമ്മുടെ പെർഫോമൻസുകൾ. ഇപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും പ്രകടനങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തണം. ഓക്കെ, ഇവര് ഈ ശതമാനത്തിനനുസരിച്ചിട്ടൊക്കെ തീർന്നു പോകുന്നുള്ളതൊക്കെ വിലയിരുത്തി പോകണം. ഇൻവെന്ററി ടേൺ ഓവർ, തീർച്ചയായിട്ടും ആ ഒരു ഇൻവെന്ററി വിറ്റുവരവുകൾ, അതായത് നമ്മൾ മുടക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് റിട്ടേൺ ഓക്കെ ചെയ്ത് പോകുന്നുണ്ട്. റിയാക്റ്റീവ് മെയിൻ്റെനൻസ് വർക്ക് അവേഴ്സ്, അതായത് എന്താണ് റിയാക്റ്റീവ് മെയിൻ്റെനൻസ് എന്ന് വെച്ചൊക്കെ പറയുമ്പോൾ ജോലി സമയത്തിന് കൃത്യമായിട്ട് തന്നെ അവര് മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. അൺഷെഡ്യൂൾഡ് ഡൗൺ ടൈം, ഒരിക്കലും നമുക്കറിയാം അല്ലെ ഡൗൺ ആയിട്ട് സമയങ്ങളൊന്നും മനസ്സമായിട്ടൊന്നും കളയുന്നില്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. എന്താണ് അവിടെ സ്പെയർ പാർട്സ് ഇൻവെന്ററി മാനേജ്മെന്റ്, നമ്മുടെ അറ്റകുറ്റപ്പണികൾക്കായിട്ടുള്ള എന്താണ് ഇൻവെന്ററി മാനേജ്മെന്റ് സ്പെയർ പാർട്സുകളൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. നമുക്കറിയാം ഇടയ്ക്കെങ്കിലും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടാതെ വന്നാൽ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് വൻ നഷ്ടം സംഭവിക്കും. സമയത്തിനുള്ളിൽ തീർക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം അവിടെ അല്ലെ അവിടെ സ്ഥാപിച്ചിട്ട് നമുക്ക് നേടിയെടുക്കാനും പറ്റില്ല അല്ലെ. ചിലപ്പോൾ വേണമെങ്കിൽ നമ്മള് എന്താണ് ചില ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും മറ്റൊരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും അവിടെ പുതിയ ഇംപ്ലിമെന്റേഷൻ ഒക്കെ നടത്തണമെന്ന് ആഗ്രഹിച്ചവർ തുടങ്ങുന്നത്. ഇവിടെ അതിന് മുമ്പ് ചിലപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഇത്തരത്തിലുള്ള ഐഡിയ ഒക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നമ്മള് വളരെ പതുക്കെയൊക്കെയാണ് പോണെങ്കിൽ മറ്റു ഹോസ്പിറ്റലിൽ ഉദ്ദേശിച്ച പുതിയ രീതിക്ക് അനുസരിച്ച് കോമ്പറ്റീവ് ആയിട്ടുള്ള ടെക്നോളജിക്ക് അനുസരിച്ചിട്ട് അവർ ഡെവലപ്പ് ചെയ്ത് ചിലപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവർ ചിലപ്പോൾ വികസിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ എല്ലാ അസറ്റ്സും അല്ലെ നമ്മുടെ റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഉണ്ട് എന്നൊക്കെ ഉറപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. വർക്ക് ഓർഡർ സൈക്കിൾ ടൈം, അതായത് വർക്ക് പിടിച്ച് ആ ചക്രത്തിനനുസരിച്ചിട്ട് അല്ലെ ആ ടൈം ടു ടൈമിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊക്കെ അവിടെ കൃത്യമായിട്ട് ഉറപ്പാക്കി പോകണം. Irrespective of your hospital maintenance management program, you must prioritize your patient's safety and meet regularly compliance requirements. Okay. നമുക്കറിയാം എന്തെങ്കിലും അല്ലെ ഇപ്പോ ഹോസ്പിറ്റലിലെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെയാണ് അതിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പേഷ്യൻസിന് പ്രയോറിറ്റി കൊടുക്കണം. അവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ
സേഫ് ആയിട്ടുള്ള അവർക്ക് സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെ നമ്മളിപ്പോ അഡീഷണൽ എന്തെങ്കിലുമൊക്കെ സ്ഥാപിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ അവർക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് മുൻഗണന കൊടുത്തിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കംപ്ലീഷൻ നടത്താനൊക്കെ ആയിട്ടുള്ള ആവശ്യകത അല്ലെ ആ ഒരു രീതിയിലായിരിക്കും മുന്നോട്ട് പോകേണ്ടത്. അതിനപ്പുറം സ്വന്തമായിട്ടല്ലേ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം പേഷ്യൻസിനെ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ പേഷ്യൻസ് ആണ് ഹോസ്പിറ്റലിന്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. സോ അവര് വന്നിരിക്കണം അല്ലെ അവര് വരാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഫെസിലിറ്റി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ അവരെ ഒരിക്കലും വെറുപ്പിക്കാതെ തന്നെ എന്താണ് കാര്യങ്ങൾ അവർക്ക് സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കണം വെച്ചുകൊണ്ട് തന്നെയായിരിക്കണം മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ മനസ്സിലാക്കുക മെഷർമെന്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം അല്ലെ അവിടെ നമ്മൾ വെറുതെ ഒന്നും സ്ഥാപിക്കുകയല്ല ചെയ്യേണ്ടത്. എപ്പോഴും മെട്രിക്സ് നമ്മുടെ അളവുകോലുകൾ നിശ്ചയിച്ച് നല്ല കൃത്യതയോടുകൂടി കൃത്യമായിരുന്ന സമയത്ത് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകണം. അതിനനുസരിച്ചുള്ള നടപടികൾ അല്ലെ ഈ പറഞ്ഞ നല്ല റോ മെറ്റീരിയൽസ് കിട്ടും നല്ല ടെക്നീഷ്യൻസ് ആണോ കമ്പാരിസനൊക്കെ നടത്തിയിട്ടൊക്കെ ആയിരിക്കാം ഇത് കൈകാര്യം ചെയ്ത് പോവുകയാണ്. ഓക്കെയാണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഭയങ്കര സുഖമായിട്ട് തോന്നണില്ല അല്ലേ ഈ ഒരു ഭാഗം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്കറിയാം ആലോചിച്ചാൽ നമുക്കറിയാവുന്നതാണ് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുമ്പോൾ ആലോചിച്ച് നോക്കാം ആ ഒരു ടൈമിനുള്ളിൽ പരിഹരിക്കണം. ആ ടൈമിനുള്ളിൽ പരിഹരിക്കുന്നത് നല്ല ബെറ്റർ ആയിട്ട് പരിഹരിക്കാൻ വേണം. എങ്ങനെയെങ്കിലും മർദ്ദപ്പണി തീർത്തായി കഴിഞ്ഞാൽ നമുക്കറിയാം അതുകൊണ്ട് വലിയ യൂട്ടിലൈസേഷൻ പറ്റില്ല അല്ലെ. അപ്പൊ കൃത്യമായിട്ട് പരിഹരിക്കണം, കൃത്യമായിട്ടുള്ള സമയത്തിനുള്ള പരിഹരിക്കണം. അപ്പൊ എവിടെയാണ് ഒരു കമ്പാരിസൺ ഒക്കെ നടത്തി അല്ലെ അളവുകോലൊക്കെ നിശ്ചയിച്ചിട്ടാണ് ഇത് കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ. നല്ല രീതിയിൽ ഏറ്റവും മോസ്റ്റ്ലി നല്ല യൂസ്ഫുൾ ആയിട്ട് എന്നാൽ അധികം കോസ്റ്റ് ഇല്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എപ്പോഴും പേഷ്യന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അല്ലെ അവർക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത രീതിയിലായിരിക്കണം പരിഹാരങ്ങളെല്ലാം കണ്ടെത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടത്. ഓക്കെയാണോ? അവിടെ ഒരു അബ്രിവിയേഷൻ കൊടുത്തിട്ടുണ്ട് തോന്നുന്നു അല്ലെ നമ്മള് HOയില് ഓവറോൾ എക്യുപ്മെന്റ് എഫക്റ്റീവ്നെസ്. പിന്നെ എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ക്രിട്ടിക്കൽ അല്ലെ അവിടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ എന്തൊക്കെയാണ് അല്ലെ ഏതൊക്കെ മെഷർമെന്റ് കാര്യങ്ങളോ അളവുകോലുകളാണ് എടുത്ത് പറയുന്നത്. നമ്മൾ റിക്വയർമെന്റ് ടൈമിനെ പറയുന്നുണ്ട്, മീൻ ടൈം ബിറ്റ്വീൻ ഫെയിലിയറിനെ പറയുന്നുണ്ട്, ഓവറോൾ എക്യുപ്മെന്റ് എഫക്റ്റീവ്നെസ്സിനെ പറയുന്നുണ്ട്, പ്ലാന്റ് മെയിൻ്റെനൻസ് പെർസെന്റേജുകൾ അല്ലെ ആ ഒരു പെർസെന്റേജ് വെച്ച് പ്ലാൻ ചെയ്യണം. PM കംപ്ലീഷൻ തന്നെ ഇൻവെന്ററി ടേൺ ഓവർ അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഏതാണ് അതിന്റെ നടപടി വരുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. മെഷർമെന്റുകളാണ്. ഓക്കെ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയോ? സൂചികകളാണ്. അപ്പൊ നമ്മളെപ്പോഴും അതനുസരിച്ചിട്ട് ഷെഡ്യൂൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. Then next നോക്കാം go mobile with the cloud based hospital maintenance applications. Okay, go mobile with the cloud based hospital maintenance applications. Okay, കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കണം അല്ലെ. ഇപ്പൊ ക്ലൗഡ് ബേസ്ഡ് ആണ്. അതായത് ഇൻ കേസ് നമുക്കറിയാം നഷ്ടപ്പെട്ട് പോയാലും അല്ലെ അവിടെ എന്താണ് നമ്മള് മെമ്മറിയിൽ കീപ്പ് ചെയ്യുന്നത് അല്ലെ ഒരു മൊബൈൽ നഷ്ടപ്പെട്ടു പോയാലും നഷ്ടപ്പെട്ടു പോകരുത് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്ന ഇൻഫോർമേഷൻസ് ആ രീതിയിൽ തന്നെയായിരിക്കണം നമ്മുടെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. mobile work order solutions have many benefits for healthcare systems, from more accurate and detailed data to taking and attaching pictures to specific assets, work order and locations across your digital facility. Okay, നമുക്കറിയാം ഈ കാലഘട്ടത്തിന്റെ സാങ്കേതിക വിദ്യ അനുസരിച്ചിട്ട് നമുക്ക് അല്ലെ ഡിജിറ്റൽ രീതിയിൽ തന്നെ നമുക്ക് ക്ലിയർ പിക്ചറോടും അല്ലെ വർക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഒരു വളരെ അക്യുറേറ്റ് ആയിട്ട് അല്ലെ നല്ല കൃത്യതയോട് കൂടിയിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻസ് ഒക്കെ
അല്ലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആ ഡാറ്റകളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൃത്യതയോടും കൂടിയിട്ടായിരിക്കും അവിടെ ലഭ്യമാകുന്നത്. നോക്കാം. A mobile CMMS gives your technicians the power to work on the go and manage maintenance tasks in the field, optimizing productivity and reducing workload interruptions. Okay. നമുക്കറിയാം ആ ഒരു വർക്കിന്റെ ഫ്ലോ അല്ലെ നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്ന വർക്കുകളുടെ ആ ഫ്ലോയ്ക്ക് ഒരു തടസ്സമില്ലാത്ത രീതിയിൽ അല്ലെ മാക്സിമം ഉൽപാദനക്ഷമതയോട് കൂടിയിട്ട് വർക്കുകൾ മുന്നോട്ട് പോകണമെന്നുള്ള രീതിയിലാണ് CMMS കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അങ്ങനെ തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റൽ സ്റ്റാൻഡർഡൈസർ ആയിട്ടുള്ള ഒരു രീതി അനുസരിച്ചിട്ടായിരിക്കും മെയിൻ്റെനൻസ് ഇതിലെല്ലാം നമ്മൾ ലിങ്ക് ചെയ്ത കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. സോ അതനുസരിച്ചിട്ട് തന്നെ നമുക്ക് ഉൽപാദനക്ഷമമായിട്ടുള്ള രീതിയിൽ തന്നെ വർക്കുകൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. Moreover, mobile CMMS apps allow you to take and attach features to work orders, view and update asset histories and record materials change and later on site. This will reduce the amount of computer work everyone has at the end of the day. Okay. നമുക്കറിയാം ഇതെല്ലാത്തിലും അല്ലെ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ ഓരോരുത്തരും ലിങ്ക് ചെയ്യുന്ന അല്ലെ ഒരു സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും കയറ്റി കഴിഞ്ഞാൽ അതെല്ലാത്തിലേക്കും ലിങ്ക് ആയിക്കോളും അല്ലെ, അങ്ങനെയല്ലേ അല്ലേ? നമ്മൾ എവിടെയെങ്കിലും കയറി സൈറ്റിൽ കയറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും കണക്ട് ചെയ്യും അല്ലെ. അപ്പൊ മൊബൈൽ CMMS വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നൊക്കെ വേണമെങ്കിലും ഈ CMMS വഴിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ക്ലൗഡ് ബേസ്ഡ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇൻ കേസ് ക്ലൗഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഇന്റർനെറ്റിലൊക്കെ ആണെങ്കിൽ അവിടെ ഒരുപാട് സ്റ്റോറേജിലൊന്നും ഒരു പ്രോബ്ലം ഇല്ല അല്ലെ. നമ്മുടെ മൊബൈലിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഹാങ് ഒക്കെ ആവും അല്ലെ. അത് ഇച്ചിരി കൂടി ഫെസിലിറ്റി കൂടുതലുള്ള മൊബൈലാണെങ്കിൽ കുറച്ചും കൂടി സേവ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള കുഴപ്പമുണ്ടാവില്ല അല്ലെ. അതേസമയം ചീപ്പായിട്ടുള്ള സ്റ്റോറേജ് ഒക്കെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഹാങ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേസമയം നെറ്റിലൊക്കെ എന്താണ് പ്രധാനമായിട്ട് നമുക്കറിയാൻ എന്താണ് അതിന്റെ ഒരു ഇതനുസരിച്ചിട്ട് നമുക്കറിയാം ഗൂഗിളിൽ എന്തോരം വേണമെങ്കിലൊക്കെ സ്റ്റോർ ചെയ്യും അല്ലെ. എത്രത്തോളം കാരണം അതെന്തുകൊണ്ടാ അവിടെ അതിനുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ക്ലൗഡ് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാലും ഇന്ന സൈഡ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കൊടുത്ത ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഒരു സിസ്റ്റം നഷ്ടപ്പെട്ടു പോയാലും നമ്മൾ കൊടുത്ത ഡാറ്റാസുകളൊന്നും നഷ്ടപ്പെട്ടു പോകരുത്. ആ ഒരു ബേസിലായിരിക്കണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ക്ലൗഡ് ബേസ്ഡ് സ്റ്റോറേജ് രീതിയിലായിരിക്കണം നമ്മൾ സംഭവങ്ങളെല്ലാം തന്നെ CMMS വഴിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ എവിടെ ഇരുന്നിട്ടാണെങ്കിലും ആർക്കാണെങ്കിലും അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പിക്ചേഴ്സ് അറ്റാച്ച് ചെയ്യാൻ സാധിക്കും അല്ലെ. വർക്ക് ഓർഡറും അല്ലെങ്കിൽ ഹിസ്റ്ററീസ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും അല്ലെ, വിലയിരുത്താൻ സാധിക്കും. നമ്മുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെയാണ് അല്ലെ. നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസുകളാണ് നമ്മൾ സെർച്ച് ചെയ്തെടുക്കുക. അപ്പൊ ഹിസ്റ്ററി വേണമെങ്കിൽ ഹിസ്റ്ററിയിലേക്ക് കിടന്ന ഹിസ്റ്ററികൾ അറിയാൻ പറ്റും. അല്ല ഇപ്പോഴത്തെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെയാണ് അറിയണ്ടെങ്കിൽ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പൊ CMMS വഴിയെല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ക്ലൗഡ് സ്റ്റോറേജ് ബേസിൽ തന്നെ അത് സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ അങ്ങനെ വരുമ്പോൾ എന്താണ് CMMS apps allows അത് അനുവദിക്കുന്നു you to take and attach pictures to work order. ഓക്കെ, അതില് എന്താണ് പിക്ചർ വർക്ക് ഓർഡറിന്റെ പിക്ചർ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്നു. വ്യൂ ആൻഡ് അപ്ഡേറ്റ്സ് അസറ്റ് ഹിസ്റ്ററി നമുക്ക് ആവശ്യമായിട്ട് അപ്ഡേഷൻ വേണമെങ്കിൽ അപ്ഡേഷൻ അല്ലെങ്കിൽ അസറ്റിന്റെ ഹിസ്റ്ററി ആണെങ്കിൽ അതൊക്കെ നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കുന്നു. അതിന്റെ റെക്കോർഡ് മെറ്റീരിയൽസ് ചേഞ്ച് അതിന്റെ ലേബറോൾസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേഞ്ചസുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് റെക്കോർഡുകളിലൊക്കെ ആക്കി അത് കൃത്യമായിട്ട് തന്നെ അത് മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ദിസ് വിൽ റെഡ്യൂസ് ദ amount of computer work everyone has at the end of the day. Okay, ഒരുപാട് പേരുടെ വർക്കുകളൊക്കെ വളരെ അല്ലെ നല്ല രീതിയിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാങ്കേതിക വിദഗ്ധരുടെ അധികാരത്തോടു കൂടിയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വളരെയധികം പ്രശ്നങ്ങളൊന്നുമില്ലാതെ അല്ലെ വളരെ എന്താ പറയുക കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു പറയുന്നത്. കാരണം ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടികൾ ചെയ്യാതെ എപ്പോഴെപ്പോഴും നമുക്ക് സൈറ്റിൽ കയറിയിട്ട് ഓരോരുത്തർക്കും അവരവരുടെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ വരുത്താനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് എന്താ പറയുക തോന്നുന്ന മാതിരി അപ്ഡേഷൻ അല്ല, പ്രൊഫഷണൽ ആയിട്ടുള്ളവർക്ക് കൃത്യതയോടുകൂടി പകർന്നു കൊടുക്കുന്ന കൃത്യമായിട്ടുള്ള എവിഡൻസോട് കൂടിയിട്ടുള്ള ഡാറ്റകളാണ് അവിടെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത്. സോ എൻഡ് ഓഫ് ദ ഡേയിൽ
അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ എവരിവണ്ണും ഡാറ്റാസ് അവിടെ അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പ്രധാനമായിട്ടും ഹെഡിങ്ങിൽ പറയുന്ന കാര്യമാണ് മൊബൈൽ വിത്ത് ക്ലൗഡ് ബേസ്ഡ് ഹോസ്പിറ്റൽ മെയിൻ്റെനൻസ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, ക്ലൗഡ് ബേസ്ഡ് രീതിയിൽ തന്നെ മെയിൻ്റെനൻസ് ആപ്ലിക്കേഷൻസ് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കേളേ ണോ? ഓക്കെ, അപ്പൊ ഹെഡിങ്ങുകൾ മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. പ്രധാനമായിട്ടും ഓർത്ത് വെക്കുക, ആക്രീറ്റ് ആൻഡ് ഡീറ്റെയിൽഡ് ഡാറ്റ നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാനുള്ളത് ഇന്റഗ്രേറ്റ് യുവർ വർക്ക് ഓർഡേഴ്സ് ആൻഡ് ഫ്ലോർ പ്ലാൻസ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റ് യുവർ വർക്ക് ഓർഡേഴ്സ് ആൻഡ് ഫ്ലോർ പ്ലാൻസ്. ഓക്കെ, നമുക്കറിയാം വർക്ക് ഓർഡറുകളും ഫ്ലോർ പ്ലാൻസുകളൊക്കെ സംയോജിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. If your buildings, drawings and work orders are digital, layer these two elements and use this insight to see into your team's schedule and their notes. Okay, നമുക്കറിയാം അപ്പൊ റൂട്ടുകൾ അല്ലെ എല്ലാ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബിൽഡിംഗ് ഡ്രോയിങ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞ അതിന്റെ പിക്ചറും കാര്യങ്ങളൊക്കെ ഡിജിറ്റലൈസ് ചെയ്ത് തന്നെ നമ്മൾ സേവ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പ്രത്യേകത, നമുക്ക് ഉള്ളിലെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വീക്ഷിക്കാനായിട്ട് സാധിക്കുന്നു. അതിനനുസരിച്ചിട്ട് തന്നെ ഷെഡ്യൂൾ ചെയ്ത് ക്രമപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. This allows your organizations to manage both the collective work requests more efficiently and the preventive maintenance work orders within your CMMS environment quicker and more accurately. Okay, അപ്പൊ അതിൽ പ്രധാനമായിട്ട് നമുക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വർക്കുകളെല്ലാം റിക്വസ്റ്റുകളെല്ലാം നമുക്ക് more efficient ആയിട്ട് തന്നെ നല്ല ഫലപ്രാപ്തിയോടും കാര്യക്ഷമതയോടും കൂടിയിട്ട് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് ആന്റി പ്രിവെന്റീവ് മെയിൻ്റെനൻസ് വർക്ക് ഓർഡേഴ്സ് വിത്തിൻ യുവർ CMMS എൻവയറൺമെന്റ് ക്വിക്കർ ആൻഡ് മോർ ആക്യുറേറ്റ്. നമുക്കറിയാം ഒരു പിന്നെ ഡിപ്പാർട്ട്മെന്റിന് അതിന് എക്യുപ്മെന്റിന് കംപ്ലൈന്റ് സംഭവിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ മെസ്സേജുകൾ അല്ലെ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ മെയിൻ്റെനൻസിനൊക്കെ പ്രത്യേകമായിട്ട് മുൻകരുതലോട് കൂടി തന്നെ നമുക്ക് എന്താണ് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ എന്താണ് ക്വിക്കർ അല്ലെ പെട്ടെന്ന് തന്നെ ഏത് പ്ലേസിലാണ് ഏത് ഇതിലാണ് ബാർകോഡ് അനുസരിച്ചിട്ടുള്ള അസറ്റ് ആണ് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് CMMS വഴി ക്രമീകരിക്കുന്നത് കൊണ്ട് തന്നെ അതേമാതിരി തന്നെ നമ്മൾ എല്ലാത്തിനും ഒരു ബുക്ക് മാർക്കോ അല്ലെങ്കിൽ നോമൻക്ലേച്ചർ അല്ലെ ഒരു സ്ഥാനനാമകരണമൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതെല്ലാം തന്നെ ആ രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് കൃത്യതയോട് അല്ലെ അവിടെ പറയുന്നത് എന്താണ് പ്രിവെന്റീവ് മെയിൻ്റെനൻസ് അല്ലെ മുൻകരുതലോട് കൂടിയിട്ട് മെയിൻ്റെനൻസ് വർക്ക് ഓർഡറുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് പെട്ടെന്നും അതോടൊപ്പം തന്നെ ആക്യുറേറ്റ് ആയിട്ടും അല്ലെ കൃത്യതയോട് കൂടിയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. Merging your work orders and floor plans through your mobile CMMS. തീർച്ചയായിട്ടും നമുക്കറിയാം ഒന്ന് രണ്ട് അല്ലെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഫ്ലോർ പ്ലാനുകളും ഈ വർക്ക് ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഒന്നിച്ച് ലിങ്ക് ചെയ്യുന്നത് കൊണ്ട് സംയോജിപ്പിക്കുന്നത് കൊണ്ടാണ് ഇന്ന എക്യുപ്മെന്റ്സ് ഇന്ന രീതിയിലുള്ള എക്യുപ്മെന്റ് പിന്നെ അല്ലെങ്കിൽ ഇന്ന അസറ്റ് അത് ഇന്ന ഫ്ലോറിൽ അല്ലെ ഇന്ന ബിൽഡിങ്ങില് ഇന്ന ഫ്ലോറിലാണ് അത് റിപ്പയർമെന്റ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി രണ്ടും കൂടി അല്ലെ മർജ് ചെയ്യുന്നത് കൊണ്ടാണ് അത് ഇന്റഗ്രേറ്റ് അല്ലെ സംയോജിപ്പിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ടാണ് നമുക്കറിയാം കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ടും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. So the merging your work orders and floor plans through your mobile CMMS app also reduce the data entry errors and redundant task while providing you with more accurate reports and response to your customers. Okay, അപ്പൊ നമുക്ക് എന്തൊക്കെ കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണുള്ളത് കൊണ്ട് തന്നെ മാച്ച് ചെയ്യാനായിട്ടുള്ള സൗകര്യം കൂട്ടി യോജിപ്പിക്കാനായിട്ടുള്ള ഈ സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഡാറ്റ എൻട്രിയിലെ എററുകളൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. അതേമാതിരി തന്നെ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള ടാസ്കുകൾ അല്ലെ അത് നമുക്ക് വേണ്ട അല്ലെ കുറച്ചും കൂടി ആവശ്യമുള്ള നമുക്ക് അതിപ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ മതി അല്ലെ. അപ്പൊ വീണ്ടും ഡാറ്റ എൻട്രി ഒക്കെ ചെയ്തതുകൊണ്ട് നമുക്കൊരു സൈറ്റിൽ എടുത്ത് തന്നെ നമുക്ക് എല്ലാം കൂടി ലിങ്ക് ചെയ്ത് നോക്കാൻ സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ ഡാറ്റ എൻട്രി ചെയ്ത് അവിടെ എററുകൾ സൃഷ്ടിക്കാതെ നമുക്ക് തുച്ഛമായ സമയത്തിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു.
അതേമാതിരി തന്നെ എന്താണ് റിലേറ്റഡ് തുടങ്ങിയ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കി കളയാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ് മോർ അപ് ടു ഡേറ്റ് എന്താണ് റിപ്പോർട്ട്സ് ആൻഡ് റെസ്പോൺസ് ടു യുവർ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനാണെങ്കിൽ അതായത് വരുന്നവർക്ക് കസ്റ്റമേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും അല്ലെ അത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യാനായിട്ട് സാധിക്കണം. പ്രത്യേകിച്ച് എന്താണ് മുൻകരുതൽ എടുക്കുക, ഏത് സമയത്ത് ഇന്ന ഫ്ലോറിലൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്ഡേഷനൊക്കെ വരുത്താനായിട്ട് ഇപ്പൊ നിലവിൽ എന്താണ് അതിന്റെ സ്ഥിതി എന്നൊക്കെ നമുക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിലൊക്കെ അത് വിലയിരുത്താനൊക്കെ ആയിട്ട് സാധിക്കുന്നു. അപ്പൊ ആരാണെങ്കിലും കസ്റ്റമേഴ്സ് ആരാണെങ്കിലും അതൊക്കെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് നമുക്കറിയാം CMMS ഫ്ലോർ പ്ലാൻസും അതേമാതിരി തന്നെ വർക്ക് ഓർഡറൊക്കെ മെർജ് ചെയ്ത് അല്ലെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. രണ്ടും ലിങ്ക് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്ത് തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ എന്തെങ്കിലും ഷോർട്ടേജ് ആണെങ്കിൽ ഷോർട്ടേജിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് ആണെങ്കിൽ റിക്വയർമെന്റ്സിന്റെ ആയിരിക്കും അല്ലെ. വേണമെങ്കിൽ മെയിന്റനൻസ് കാര്യങ്ങളാണെങ്കിൽ മെയിന്റനൻസിന്റെ കാര്യമായിരിക്കും റിപ്പോർട്ടായിട്ട് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ മെയിന്റനൻസ് എന്താണോ ആരാണോ കസ്റ്റമർ ആ കസ്റ്റമറിനനുസരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ അവർക്ക് കൈകാര്യം ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെയാണോ? CMMS കൊണ്ട് വലിയ ഗുണങ്ങളുണ്ടോ? ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങളും CMMS വഴി കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ടോ? CMMS വഴി എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പ്ലാനുകളും കൃത്യമായിട്ട് തന്നെ നടപടികളെടുത്ത് കൈകാര്യം ചെയ്യണം. എക്യുപ്മെന്റ്സുകളാണെങ്കിലും അതിന്റെ ടാർഗറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം. അസറ്റുകളാണെങ്കിലും അല്ലെ എല്ലാത്തിനും ഒരു ബാർകോഡ് കൊടുത്തുകൊണ്ട് എക്യുപ്മെന്റ്സ് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അസറ്റുകളാണെങ്കിൽ നമുക്കറിയാം അല്ലെ ബുക്ക് മാർക്കും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ടാഗ് സിസ്റ്റം അനുസരിച്ച് അവരുടെ ഐഡന്റിഫിക്കേഷൻ കോഡ് അനുസരിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ചിലപ്പോൾ കാറ്റഗറൈസ് ചെയ്തിട്ട് അസറ്റുകൾ തിരിച്ചിട്ടായിരിക്കും അതിന്റെ അല്ലെ കോഡുകളൊക്കെ ചെയ്യുന്നത്. ഹോസ്പിറ്റലിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ അതും ഡിസ്കസ് ചെയ്തു വരുന്നു. നല്ല സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മെഷർമെന്റ് എന്താണോ അതിനനുസരിച്ചിട്ട് അല്ലെ അവിടെ KPI ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ഇൻഡിക്കേറ്റേഴ്സ് അനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യണം. അതുകൊണ്ടാണ് 6 സ്റ്റെപ്പുകൾ അതുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ 6 രീതികൾ അതിൽ അവലംബിച്ച് CMMS കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ നേട്ടങ്ങൾ ഹോസ്പിറ്റലിന് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെയാണോ? ബാർകോഡ് യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ലൊക്കേഷൻ നോമെൻക്ലേച്ചർ നാമകരണം നടത്തണമെന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ് അവിടെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ തയ്യാറാക്കണം എന്ന് പറയുന്നത് ഡിജിറ്റലൈസ് യുവർ ഹോസ്പിറ്റൽ ബിൽഡിംഗ് അസറ്റ് ഇൻവെന്ററീസ് ആൻഡ് ഫ്ലോർ പ്ലാൻ അല്ലെ. ഫ്ലോർ പ്ലാനൊക്കെ ഡിജിറ്റലൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെ തയ്യാറാക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ തയ്യാറാക്കി CMMS വഴി ലിങ്ക് ചെയ്ത് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ നമുക്ക് കൃത്യമായിട്ട് നടപടികളൊക്കെ സ്വീകരിക്കാനായിട്ട് സാധിക്കും. റിക്വയർമെന്റിന് ആരാണോ കസ്റ്റമർ അല്ലെ ആ കസ്റ്റമറിന് റിക്വയർമെന്റുകാരനാണെങ്കിലോ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ബഡ്ജറ്റ് ഒക്കെ നീക്കിയിട്ട് നടത്തണമെന്നൊക്കെ അനലൈസ് ചെയ്യാനാണെങ്കിലും അല്ലെ ഏത് ആർക്കാണെങ്കിലും അത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത് അവർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ അവിടെ KPI അല്ലെ അവിടെ ഇൻഡിക്കേറ്റേഴ്സ് അനുസരിച്ചിട്ട് നമ്മളത് കൈകാര്യം ചെയ്യണം എന്നുള്ളതുണ്ട്. ക്ലൗഡ് സ്റ്റോറേജ് അനുസരിച്ചിട്ടാണ് നമ്മളത് സ്റ്റോറേജ് വെക്കേണ്ടത്. ഒരിക്കലും നഷ്ടപ്പെടരുത് അല്ലെ. ഡാറ്റാസ് ഒന്നും നഷ്ടപ്പെടരുത്. തന്നെ ഇന്റഗ്രേറ്റ് നമ്മുടെ വർക്ക് ഓർഡറും ഫ്ലോറായിട്ട് ലിങ്ക് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ CMMS വഴി നമുക്ക് അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെയാണോ? ഐഡിയ കിട്ടിയോ? ഓക്കെയാണ്. എന്തെങ്കിലും ഡൗട്ടുകള് അയച്ചു നോക്കാം. സമയമുണ്ട്.
ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴുണ്ടാവുന്ന ബെനിഫിറ്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരെ. ഇഫ് യു ആർ ബിൽഡിംഗ് ഡ്രോയിങ്സ് ആൻഡ് work orders are digital. Layer these two elements are used this inside to see into your team's schedule and their roles. അവിടെ നമുക്കറിയാം ആ റൂട്ടുകളൊക്കെ സംയോജിപ്പിച്ചൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ എന്താണ് പവർ സ്റ്റോറേജ് ഫെസിലിറ്റീസ് വഴി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനും അതിൻ്റെതായിട്ടുള്ള നേട്ടമുണ്ട് അല്ലെ. മൊബൈൽ CMMS gives your technicians the power to work on the go and manage maintenance task in the field, optimizing productivity and reducing workflow interruptions. തടസ്സമൊന്നുമില്ലാതെ അല്ലെ ഏറ്റവും നല്ല രീതിയിൽ ഫലപ്രാപ്തിയോട് കൂടിയിട്ട് വർക്കുകൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്, മാനേജ് ചെയ്ത് പോകാനായിട്ട് അതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഓരോന്നിന്റെ ഓരോ അല്ലെ രീതികൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. അബ്രീവിയേഷൻസും ഒന്ന് നോട്ട് ചെയ്യുക. ഓവറോൾ എക്യുപ്മെന്റ് എഫക്റ്റീവ്നെസ്, ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുള്ള കാര്യം അത് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് പറ്റാവുന്ന മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് സമയം എപ്പോഴാണെന്നൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും അല്ലെ. മിക്കവാറും എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പ്രത്യേകമായിട്ട് അറിയാനായിട്ട് ഈ ഇൻഡിക്കേറ്ററിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മെഷർ ചെയ്ത് കാരണം മനസ്സിലാക്കാനായിട്ട് ഈ മെഷർമെന്റിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ അത് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ആ രീതിയിലൊക്കെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ കൈകാട്ടൊന്നും പഠിക്കേണ്ട എങ്കിൽ കൂടി മനസ്സിലാക്കേണ്ടതാണ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലിയർ ആണോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് കൂടി ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am.